പോലീസിന്റെയും നാർക്കോട്ടിക്സ് വിഭാഗത്തിന്റെയും ഒക്കെ പ്രതികരണങ്ങൾ വരുന്നത് ഷൈൻ ടോം ചാക്കോയെ നോട്ടീസ് നൽകി വിളിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് നോട്ടീസ് കൈമാറുമെന്ന് കൊച്ചി സിറ്റി പോലീസ് അറിയിച്ചു. പരിശോധനയ്ക്കിടെ എന്തിന് ഓടിപ്പോയി എന്ന് താരം വിശദീകരിക്കണമെന്നാണ് പോലീസിന്റെ ആവശ്യം. നടൻ പൊള്ളാച്ചിയിൽ ഉണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം ഷൈൻ ബോൾഗാട്ടിയിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്ന് പോകുന്നതായി സംശയിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഈ കാണുന്നതാണ് ദൃശ്യങ്ങൾ. ഹോട്ടലിന് പുറത്താണ് ഈ വാഹനം വന്ന് നിൽക്കുകയും ഷൈൻ അതിൽ കയറി പോവുകയും ചെയ്തതാണ്. അതായത് വാഹനത്തിന്റെ നമ്പറോ മറ്റോ CCTVയിലൊന്നും പതിയാത്ത രീതിയിലായിരിക്കാം അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് കണക്കാക്കുന്നു. അതിനുശേഷം പൊള്ളാച്ചിയിൽ എത്തിയിട്ടുണ്ട് ഷൈൻ എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പൂർണ്ണമായ സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ഹോട്ടലിൽ നിന്ന് പോലീസ് വന്നപ്പോൾ ഹോട്ടലിൽ നിന്ന് ചാടിപ്പോയി നീന്തൽക്കുളത്തിലേക്ക് അടക്കം ചാടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. മറ്റൊരു ഹോട്ടലിലേക്ക് മാറുന്നു. അവിടെ നിന്ന് പതുക്കെ ടാക്സിയൊക്കെ വിളിച്ച് മറ്റൊരു ലൊക്കേഷനിലേക്ക് പോകുന്നു. ഈ വളരെ എന്തോ ഒരു കുറ്റം ചെയ്തിട്ട് ഓടിപ്പോകുന്ന രീതിയിലാണോ അതോ ഈ പോലീസിനെയും നമ്മുടെ സിസ്റ്റത്തെ മൊത്തം കബളിപ്പിക്കാൻ പോകുന്ന രീതിയിലാണോ ഇപ്പൊ ഈ ഷൈൻ്റെ നീക്കം? അതായത് ഒളിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനു ഓടിയെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ വളരെ പ്രസക്തമായി നിലനിൽക്കുകയും ചെയ്യുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം പോലീസിന് കിട്ടേണ്ടതായിട്ടുമുണ്ട്. ഇതോടൊപ്പം തന്നെ ഷൈൻ്റെ കുടുംബം പറഞ്ഞിരുന്നത് പേടിച്ചിട്ട് ഓടിയെന്നാണ്. പേടിച്ചിട്ട് ഓടിയതാണെങ്കിൽ അവിടെ നിന്ന് ഓടി, ശരി, അവിടെ കുറേ ആളുകൾ വരുന്നു, അങ്ങനെ പേടിച്ചിട്ട് ഓടിയതാണെങ്കിൽ എന്തിന് അവിടെ നിന്ന് ബൈക്ക് എടുത്ത് നേരെ മറ്റൊരു ഹോട്ടലിൽ പോകണം? അവിടെ നിന്ന് പിന്നീട് വേഗത്തിൽ തന്നെ അവിടെ നിന്ന് കടന്നു കളയണം. അതിനുശേഷം തൃശ്ശൂർ എന്തിനെത്തണം? പിന്നീട് അവിടെ നിന്ന് എങ്ങനെയാണ് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയി എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ എന്തോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒളിക്കാനുണ്ട് എന്ന സ്വാഭാവികമായിട്ടും തോന്നൽ വരുന്ന തരത്തിലാണ് ഷൈൻ്റെ പ്രവർത്തികൾ. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾക്ക് വ്യക്തത വരികയാണ്. ഇന്നലെ ഉച്ചയോടുകൂടി പോലീസ് ഷൈനെ ഒരു തെരച്ചിൽ ആരംഭിച്ചിരുന്നു. കൊച്ചിയിൽ വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു. തൃശ്ശൂരും കേന്ദ്രീകരിച്ചും പരിശോധന ഉണ്ടായിരുന്നു. എന്തായാലും ഷൈൻ ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് വ്യക്തമായ പശ്ചാത്തലത്തിൽ ഷൈനെ നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് തീരുമാനം. അതായത് പിന്തുടർന്ന് പോയി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യേണ്ട ആവശ്യകത ഇല്ല എന്ന നിലയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. അതിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസില്ലാത്ത പശ്ചാത്തലത്തിൽ അത്തരത്തിൽ കൊണ്ടുവന്നാൽ അത് തിരിച്ചടിയാകുമെന്നായിരിക്കും പോലീസിന്റെ ധാരണ. അതിന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് നൽകും. നോട്ടീസ് ഇന്ന് തന്നെ കൈമാറുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കുന്നത്. ACPക്ക് മുന്നിലോ അല്ലെങ്കിൽ കൺസേൺഡ് SHOക്ക് മുന്നിലോ ഹാജരാകണം എന്നതായിരിക്കും ഷൈനോട് ആവശ്യപ്പെടുക. രാഗിൻ, ഇപ്പോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ ഊർജിതമായിട്ടുള്ള ഇയാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഉണ്ടാകാൻ അതൊരു അല്പം മന്ദഗതിയിലായിട്ടുണ്ടോ? ഇനിയിപ്പോൾ നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് പോലീസിന്റെ മുന്നിലുള്ളത് എന്നുള്ളതാണ് പോലീസ് തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഷൈനെ തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്ന കാര്യം അപ്പം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല അല്ലേ? ഇനി അത് ഉണ്ടാകാൻ സാധ്യതയില്ല. അത് മന്ദഗതിയിലായിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പിടിക്കുകയാണെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ പിടിക്കണം. അങ്ങനെയാണെങ്കിൽ അതിലൊരു കേസിനുള്ളിൽ അട്രാക്ട് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. കാരണം പിടിച്ച് ഇതിൽ ലഹരി പരിശോധന നടത്തി അത് പോസിറ്റീവ് ആവുകയാണെങ്കിൽ അത് കൺസ്യൂം ചെയ്തു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയിലേക്ക് പോകാം. പക്ഷേ ഇനി അതിനുള്ള സാധ്യതയില്ല, സമയം ഇല്ല. ഇനിയിപ്പോൾ അവിടെ പോയി പിടിച്ചുകൊണ്ട് വന്നാലും സ്വാഭാവികമായിട്ടും അത് നിലനിൽക്കുകയില്ല, അത് തെളിയില്ല. അപ്പോൾ ചോദ്യം ചെയ്ത് വിട്ടയക്കേണ്ട ഒരു നിലയുണ്ടാകും. അപ്പോൾ അവിടെ പോയി പിടിച്ചുകൊണ്ട് വന്ന ശേഷം വിട്ടയക്കേണ്ട ഒരു നില എന്നാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതും ഒരു നാണക്കേടുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നയപരമായി എടുക്കുന്ന ഒരു തീരുമാനമാണെന്നാണ് മനസ്സിലാക്കുന്നത്. നോട്ടീസ് നൽകി എത്രയും വേഗം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെടുക, എന്തിന് ഓടിപ്പോയി എന്ന കാര്യം വിശദീകരിക്കുക. ഇതാണ് പോലീസിന് മുന്നിലുള്ള ഇപ്പോഴത്തെ നയം. രാഗിൻ, ഇപ്പോ ഇന്നലെ നമ്മൾ ഷൈൻ ടോം ചാക്കോയുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ അവരും പറഞ്ഞത് അവിടെ നിന്ന് വല്ലതും കിട്ടിയോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അവിടെ ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ് പ്രധാനമായും അവരുദ്ദേശിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും പറയുന്നത് ആ മുറിയിൽ നിന്നൊന്നും കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോ എന്തിന് ഓടിപ്പോയി എന്ന് പറയുന്ന പ്രശ്നം, അങ്ങനെ ഒരു സാധ്യത പിന്നെയും തുറന്നു കിടക്കുന്നു. കയ്യിലുള്ള ലഹരി മരുന്നുമായിട്ട് വേണമെങ്കിൽ അയാൾക്ക് ഓടിപ്പോകാമല്ലോ, അങ്ങനെയും സംഭവിച്ചൂടെ? തീർച്ചയായും അങ്ങനെയും വേണമെങ്കിൽ സംഭവിക്കാം. കാരണം ഈ വസ്തുവുമായിട്ട് ഓടിപ്പോയതാണോ എന്ന കാര്യം വ്യക്തതയില്ല. അഥവാ ഇനി കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിടികൂടിയാൽ ഈ രക്തപരിശോധന അല്ലെങ്കിൽ ഹെയർ എടുത്ത് പരിശോധന നടത്തിയാൽ ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞാൽ അതും ഒരു പ്രശ്നമാണ്. ഇനി വസ്തു കയ്യിലില്ലെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ ആ രീതിയിൽ ആകാം, വേണമെങ്കിൽ അങ്ങനെ സംശയിക്കാം. ആ സംശയത്തിനാണ് ബലം കൂടുതൽ. അല്ലാതെ പേടിച്ചോടിപ്പോയി എന്നാണ് കുടുംബത്തിന്റെ വാദം. പക്ഷെ പേടിച്ചോടിപ്പോയാൽ സ്വാഭാവികമായിട്ടും വലിയ
തരത്തിൽ കുറെ ആളുകൾ വരുന്നു. അങ്ങനെ ഒരു ഹോട്ടലാണ്, ആ ഹോട്ടൽ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിലേക്ക് ഇങ്ങനെ ആളുകൾ വന്ന് അങ്ങനെ പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി പ്രോബ്ലം അങ്ങനെ ഉണ്ടാകുമെന്ന് സംശയിക്കാനിടയില്ല. ഇനി അങ്ങനെ പേടിച്ചോടിയതാണെങ്കിലും അങ്ങനെ പേടിച്ചോടി ശരി, ഹോട്ടലിന് പുറത്തേക്ക് പോയാൽ പോരെ. അല്ലെങ്കിൽ അവിടെ നിന്ന് പോയി അവിടെ നിന്ന് ഒരു ബൈക്കിന് കൈ കാണിച്ച് നേരെ അവിടെ എത്തുന്നു, അവിടെ മറ്റൊരു ഹോട്ടലിൽ മുറിയെടുക്കുന്നു, തുടർന്ന് അവിടെ നിന്ന് വേഗത്തിൽ പൊടുന്നനെ ഒരു ഓൺലൈൻ ടാക്സി വിളിക്കുന്നു, അവിടെ നിന്നും പോകുന്നു, നേരെ തൃശ്ശൂരിലേക്ക് പോകുന്നു, അവിടെ നിന്നും പോവുകയാണ് ആൾ. മാത്രമല്ല ഇന്നലെ തൃശ്ശൂർ ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്ന് അറിയുന്നു, പക്ഷേ ആ പരിപാടിയിൽ താരം പങ്കെടുത്തിട്ടുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഈ പേടി കൊണ്ട് മാത്രമല്ല എന്ന കാര്യവും ഏറെക്കുറെ വ്യക്തമാവുകയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലവും കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ആദ്യഘട്ടത്തിൽ അല്പം വൈകി, അതിനുശേഷം ഇങ്ങനെ ഒരു ആംഗിൾ കൂടി വന്നപ്പോൾ ഒന്ന് ഊർജിതമായി പരിശ്രമിച്ചു. പക്ഷേ ഇനി അങ്ങനെ പരിശ്രമിച്ചിട്ടും കാര്യമില്ല. ഇനി ഷൈനെ കിട്ടിക്കഴിഞ്ഞാലും ഈ കാര്യം മാത്രമേ പോലീസിന് ചോദിക്കാൻ ഒരു കാര്യം കൂടി, ഇപ്പൊ ഷൈന്റെ ഫോൺ അവസാനമായി ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്തിരിക്കുന്നത് പൊള്ളാച്ചിയിൽ ആണ് എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ ഷൈൻ തന്നെയാണോ അവിടെ ഉള്ളത്, അതോ ഷൈന്റെ ഫോൺ മാത്രമാണോ ഉള്ളതെന്ന് പോലീസ് പരിശോധിച്ചിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളില്ല. ടവർ ലൊക്കേഷന്റെ കാര്യം മാത്രമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. അത്തരം വിവരങ്ങളാണ് പോലീസിനുള്ളത്. ടവർ ലൊക്കേഷനിൽ ഇതാണ് കാണിക്കുന്നത് എന്നതാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. അതായത് ഷൈൻ നേരിട്ടാണോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പോലീസിന് വ്യക്തതയില്ല. അതിൽ ഇല്ലാത്തതിന്റെ കാരണം പോലീസിനിടയിൽ നിൽക്കുന്ന ഈ കൺഫ്യൂഷൻ കൂടിയാണ്. കാരണം അങ്ങനെ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പിന്നീട് തിരിച്ചടിയാകുമെന്ന് പോലീസ് ആലോചിക്കുന്നു. പോലീസിന് തുടക്കം മുതലേ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് ഡബിൾ തിങ്കിങ് ഉണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. മുൻപ് ഈ ഷൈൻ ടോം ചാക്കോയുടെ തന്നെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പക്കൽ നിന്ന് കൊക്കൈൻ അടക്കം പിടിച്ച കേസിൽ വേണ്ട രീതിയിൽ അതിന്റെ മഹസർ തയ്യാറാക്കുകയും കേസ് ഫ്രെയിം ചെയ്യുന്നതിനും വളരെ ദുർബലമായ രീതിയിൽ കേസുണ്ടാക്കുകയും ദയനീയമായി പരാജയപ്പെടുകയും ചെയ്ത നമ്മുടെ പോലീസ് സംവിധാനമാണ് ഉള്ളത്. ഏതായാലും ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ ടവർ ലൊക്കേഷൻ അത് ആ ഫോൺ മാത്രമായിട്ട് വേണമെങ്കിൽ അവിടെ പോകാം, വേറെ ആരെങ്കിലും കൈ കൊടുത്താൽ ഫോൺ സജീവമാണ്. അതെ, സോഷ്യൽ മീഡിയയും വളരെ സജീവമാണ്. എന്തായാലും ഷൈൻ ടോം ചാക്കോയെ പിടിക്കാൻ വേണ്ടി പോലീസ് അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് നിലവിൽ ഉള്ള വിവരം. ഇവ രണ്ടോ സംഭവിക്കാനിരിക്കുന്ന സാധ്യതകളുണ്ട്. 2-3 ദിവസം കഴിയുമ്പോൾ ഷൈൻ തന്നെ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതെന്താണ് ഇവിടെ നടക്കുന്നത്, എനിക്ക് പിന്നല്ലേ കുറെ മാധ്യമങ്ങൾ ഓടുന്നു, കുറെ പോലീസുകാർ ഓടുന്നു, ഞാനിവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാനുള്ള സാധ്യതകളാണ്. നമ്മളെല്ലാം പ്രതീക്ഷിക്കണം. പരിശോധിക്കാൻ വേണ്ടി മുറിയിൽ ചെല്ലുമ്പോഴേക്കും അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തു ചാടി അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഷൈൻ ടോം ചാക്കോ പോലീസ് ഒരു നോട്ടീസ് കൊടുക്കുമ്പോഴത്തേക്ക് പൊള്ളാച്ചിയിൽ നിന്ന് നേരെ വന്ന് പോലീസിന് മുന്നിലേക്ക് ഹാജരാകും എന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല.